ഇന്നോണ്ട് കാര്യമായിട്ടാ എന്നിട്ട് സ്കോറും കയറി. അതാ ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ അടിച്ച് 11 130 പിന്നെ പിന്നെ അതിനുശേഷം വല്ലാതെ സ്കോർ വന്നില്ല. സ്കോറൊന്നും അടിച്ചില്ല, അതാ ഞാൻ ആലോചിക്കുന്നത്. 163. മൂത്രമൊഴിക്കാൻ കിട്ടും. ആനൂറ എന്റെ ശത്രു അടിച്ച തൂഫാനാക്ക്. പഞ്ഞിക്കിറാ പഞ്ഞിക്ക്. ഇങ്ങനെ നിർത്താൻ പറ്റൂടാ? ഇതിങ്ങനെയൊക്കെ ഇല്ല കൈ പിടിച്ചോണ്ടിരിക്കാൻ. ഫോണി വെള്ളം വീഴുമല്ലെങ്കിൽ. ആറ്റാനൊന്നുമില്ല, നനഞ്ഞിരിക്കുന്നുണ്ട്. അറിഞ്ഞൂടാ പോകണം. നോക്കി കറക്റ്റ് അറിയാൻ പറ്റും. സൂര്യൻ കളഞ്ഞാലുള്ള അങ്ങോട്ട് വരും. വേറൊരു വഴിയുണ്ട്, മൂത്തട്ട് അങ്ങോട്ട് ബാക്കിൽ എവിടെ ഇരിക്കുന്ന നല്ല ടൈമിങ് വന്നു അല്ലേ? കറക്റ്റ് അറിയാൻ പറ്റും ബാള് വരുമ്പോ. ഇത്ര അടിച്ച് ആരും അടിച്ചില്ലല്ലേ 10 ഓവർ കഴിഞ്ഞതിന് ശേഷം. കണ്ണറണ്ട് കിട്ടുന്നല്ലേ? കേരള 4 ഓവറില്ലായിരുന്ന 4 ഓവർ 35 റണ്ണേ വന്നോളൂ. ആരെ അടിച്ചില്ല, അതാ ഞാൻ ആലോചിക്കുന്നത്. എല്ലാരും 10 12 കളിച്ചറാ. 2 6 1 6 1 4 അങ്ങനൊക്കെ പോയി. 4 ഓവറിൽ 10 റൺ വെച്ചാൽ 40 റണ്ണായില്ലേ? 40 അടിച്ചിട്ടില്ല. അത് വരുമല്ലോ എങ്ങനെയൊക്കെ. ഇങ്ങനെയല്ലെങ്കിൽ പോയാ മതി. വിളിച്ചെടുത്തപ്പോ പൊട്ടനെ ആദ്യം വിളിച്ചത് ആ ഒരു 90 റൺ അടിച്ച പ്ലാനിങ് എന്തായാലും നടക്കട്ടെ. വീഡിയോ എഴുതുമ്പോൾ മനസ്സിലാവും. സൂപ്പർ സുഭാഷൊക്കെ ഇത്രേ കളിക്കുന്നോള്. സ്കോറൊന്നും കേറുന്നില്ല സുഭാഷിന്റെ കയ്യിലൊന്നും.
ഇതിലാ നിരത്തിട്ട് ബൂസ്റ്റ്. ഇപ്പൊ പറയും അമ്മ ഇറങ്ങിക്കോ. ആരെ പിടിച്ചിരുത്തിയാവും. നല്ല ഉന്നം. മോന്തയിൽ എറിയാനുള്ള പ്ലാൻ എന്താ വാശിയുണ്ട് കേട്ടോ. മൊബൈൽ വാട്ടർ പ്രൂഫ് ആണെന്ന് തോന്നുന്നു. ആരും പറയാൻ പറ്റില്ല. സ്കോറൊക്കെ ഉണ്ട്, നീ ഞാൻ കളിച്ചാ മതി. ഞാതിരിക്കണം, ക്യാമറ നോക്കണം. അതെന്തോ കെട്ടി വെച്ചിരുന്നു. നീ അടി കറക്റ്റ് ഇച്ചിരി ഒന്ന് പൊങ്ങണമായിരുന്നു. ഇച്ചിരി ഒന്ന് പൊങ്ങണമായിരുന്നു. നല്ല ഷോട്ടറിൽ അടിയായിരുന്നു. നല്ല അടിയായിരിക്കുന്നത്. എന്താ നമ്മളെ ചർച്ചകളുടെ അടി. എന്താടാ അടിയുടെ അവൻ അടിക്കുന്നത്? കാര്യമായി അവൻ ഭാഗ്യമുണ്ട്. വെള്ളം കിടന്നുണ്ടല്ലേ അവൻ പറന്നൊന്നും എടുത്തിട്ട് പോയി. ഇല്ല, അവന് കിട്ടത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവൻ സ്ലോ ആയ. അവന്റെ കയ്യിൽ നിന്ന് ബാൽ കൂട്ടില്ല. അതെവിടെ പിടിച്ചിട്ട് നല്ല ബോളായിരുന്നു. മഴ പെയ്ത് കിടക്കുന്നുണ്ടൊക്കെ. പൊങ്ങിയില്ല, ചൂട് പൊങ്ങായിരുന്നു. എന്നെ വീഴ കറക്റ്റ് സ്ട്രൈറ്റ് പോയ വാളാണ്. അവ അവിടുന്ന് അത്രയും കൂടി വന്നെടുത്ത വാളാ അത്. അല്ലെ വെള്ളം നനഞ്ഞിരിക്കുമ്പം പോകാൻ പാടാ. ഓ വൈറ്റ് ബാള് അടിച്ച് പൂറിക്കാന്ന് വിചാരിച്ചത് നടന്നില്ല. പക്ഷെ അതല്ല എന്തോ നടന്നില്ല. അതൊന്നും കാര്യമില്ല. ചിലപ്പോ സമയം പോകാൻ വേണ്ടി സമയം പടം കിടക്കുന്നു. മാറ്റി വിടുക. ഒരിക്കലും ഒരു സിനിമയുടെ സ്വന്തം സിനിമയാണ്. എനിക്ക് ഇയാളെ കളിക്കാൻ നല്ല ഇഷ്ടമാടാ. നല്ല ബാളായിരുന്നു ഇയാളെ. ഞാൻ കളിച്ചിട്ടുള്ളതാ. അൻസി വരുന്നില്ലല്ലോ അറിയാൻ. അൻസി വരും. ചില ആൾക്കാർക്കെതിരെ അറിയത്തില്ല.
ഒരു 80 സ്കോർ കുറവാണ്. അടി വീഴുന്നുണ്ടോ? നല്ല അടിക്കാനുള്ള ആൾക്കാരുണ്ട്, കുഴപ്പമില്ല. ഈ ഓവറാണ് കേട്ടോ, ഉപയോഗിക്കേണ്ട ഓവറൊക്കെ കയറുന്നല്ലേ നേരിയ ആളുകളാണ്. എല്ലാം അങ്ങ് മാറ്റി എറിയും, മാറ്റി എറിയുക കേട്ടോ. വിക്കറ്റിന് അറിയാതിരിക്കുക കേട്ടോ. ഒരിക്കലും ഭാഗ്യമുള്ള ടീമാണ്. അതല്ല, വിക്കറ്റിന് അറിയും കണ്ട എറിയുന്നറിയോ. കൈ ഒരു കുഴപ്പമുണ്ടെന്നൊന്നുമില്ല, ത്രോ ആണല്ലോ വരുന്നത്. അത് ഇടം കൈയൊന്നും ചെയ്യാതെ. അയ്യേ വെള്ളത്തി ഐഡിയ ഐഡിയ ഇതിനെക്കാട്ടി നല്ല കട്ടപ്പാരെടുത്ത് കക്കാറ. വൈഡറാ ഷാനൂറേ, വെറുതെ കാറ്റാതാ നീ. ഓഫ് സൈഡിലോട്ട് തൂക്കടാ. ഡബ്ല്യു വെള്ളമായി. കിട്ടൂടാ കിട്ടൂടാ, അങ്ങനെ കളിടാ ഷാനൂറേ. കിട്ടൂടാ പോനെ, കിട്ടൂടാ പ്ലച്ചം കിട്ടൂടാ. നോക്കി കളിടാ, ബാള് വരൂടാ, വന്ന് മുട്ടി വീഴാ നിന്റെ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അനുകൂല ബൗളിംഗ്. അതങ്ങ് മാറൂടാ, അതെനിക്ക് സ്ഥിരം പിടിക്കുന്നു. അങ്ങ് മാറും, 2 ദിവസം വേനാണ്, മാറും. ഉടയുന്നതാ, മസിൽ ഉടയുന്നത്. നമ്മള് കാലിന് അത്രയും പവർ കൊടുക്കുന്നതിനെ കൊണ്ട്. ഇടത് എടുക്കത്തില്ല എടുക്കത്തില്ല എടുക്കത്തില്ല. പോയി ഒന്ന് ഓടി കേറാ. മിഥിലായൊക്കെ അപ്പുറം നിക്കുന്നത്. അല്ല വേണ്ട, മിഥിലായൊക്കെ ഇപ്പുറം വരുമ്പോഴത്തേക്കും അവിടെ സ്റ്റെമ്പൊക്കെ പോയി. നല്ലാളി 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 നല്ലാളി. ടൈമിങ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ എടുത്ത് വെളിയിൽ കളയല്ലേ. വലിയ വെയിറ്റ് അറിയുന്നില്ല. അതല്ല ബോള് ബാറ്റ്സ്മാൻ അറിയാം. ഇല്ല, ക്യാച്ചല്ല അത്. ക്യാച്ചല്ല അല്ലല്ല. അവൻ അതിന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. പൈസ അറിയൂ. ക്യാച്ചല്ല അല്ലല്ല, ബാട്ടത്തല്ല. എടേ പോടേ എനിക്ക് നാണമില്ലേടേ. പാവം പിടിച്ചവന്റെ വിക്കറ്റ്. അയ്യേ, അത് ഔട്ടല്ലാത്ത. ഏത് ക്യാച്ച് ഇതാ? ക്യാച്ചല്ല ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുണ്ടെന്ന് പറയും. ആ ഷവർമയിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം അടുത്തോണം വരുമ്പോ. നീ എന്തിനാ അതിനകത്തിട്ട് പിടിക്കുന്ന വീണ്ടും? എന്താ അങ്ങ് താഴെ പോയത്? ഇല്ലല്ലോ, ഒരു 6 കൂടെ ഉണ്ട്, എന്നിട്ടേ ഓവറാവും. കറക്റ്റാ. കഴിഞ്ഞാളെ നമുക്ക് ജയിക്കാൻ പറ്റിയതല്ലേ. നീ അന്ന് തട്ടിയിട്ട് തന്നാ ഞാൻ ഫോമായി ഇന്നല്ലായിരുന്നു, ആഴ്ച കിണ്ടം വെച്ചേനായിരുന്നു. അതെങ്ങനെ പോയെന്ന് ഞാൻ. നീ സാധാരണ കളിക്കുന്ന ബാളാ അത്. അവരെ ഭാഗ്യോടെ ഞാൻ അതാ പറഞ്ഞ. നല്ല കളിക്കുന്ന ബാളാ അത്. അത് തട്ടിപ്പോയി, അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് നല്ല ഭാഗ്യമുള്ള ടീമാണ്. നീ കിട്ടിയാൽ ഞാൻ കിണ്ണം കാച്ചി വെച്ചിരുന്നു. ഞാൻ നല്ല ടച്ചായി. ആരായിരുന്നു പിന്നെ അറിയാവുന്ന? അദീസ്. ഇതിനെ കണ്ട സുന്ദര
മൂട്ട് തട്ടി ഓഫ് സൈഡിൽ മാറ്റി അറിയത്തുള്ളൂ. ഇപ്പം എറിയുന്ന അറിയുണ്ടാവും. ഒന്നീ മൂട്ടിൽ അല്ലെങ്കിൽ ആ ഓഫ് സൈഡിൽ മാറ്റി കുത്തി പൊക്കി അറിയുന്നത്. എന്താ പറ്റി? പൊട്ടിയാക്കാം വെയിറ്റാ. അതെല്ലാം മഴയത്തിട്ട് കളിച്ചാ. എന്താ പറ്റി? അടി കൂടെ അതല്ല മഴയത്തിട്ട് കളിച്ചിതായതാ. വെയിറ്റ് കയറൂടാ. അടി മൊത്തം എന്താ വെള്ളമായതാ. ഇവിടെ ഫുള്ള് വെള്ളമാകും. ഇനി കൊണ്ട് എന്താണോന്നറിയാതെ ബാറ്റ്. അതെ, ഈ പിടി താത്തി ഇങ്ങനെ കൊണ്ടുവയ്ക്കണം, കുത്തി വെക്കണം. ഇങ്ങനെ അപ്പോഴത്തേക്ക് വെയിറ്റ് കുറയും ബാറ്റിന്. ഇങ്ങനെ കുത്തി വെച്ചാൽ വെയിറ്റ് കൂടത്തേ ഉള്ളൂ. ഈ പിടിയിൽ കുത്തി വെക്കണം. തിരിച്ച് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങണം. വെള്ളം ഇറങ്ങുന്നല്ല, ബാറ്റ് എപ്പോഴും വെക്കുമ്പോൾ അങ്ങനെ വെക്കാവും. ഈ മഴയത്തൊക്കെ കളിച്ചു കഴിഞ്ഞാൽ പിടി താത്തി വെക്കണം. കേറി അവർക്ക് എത്ര 150 റൺ അടിച്ചാല് 161. ഞാൻ എന്റെ ലാസ്റ്റ് ഓവർ ഒരു 6 ഒരു 4 ബോളറാ. 10 ആ ചാനൂറിന്റെ എന്റെ പൊന്നെ എത്ര മിസ്ഫീൽഡ് ചെയ്തെന്നറിയാം. നല്ല പിടിക്കാൻ പറ്റിയ ബോളാ. ആ ബാറ്റ് തന്നെ കൊടുക്കാൻ. എന്തുവാടേ ഇത്? ആരാ കളയാനുള്ള ബാറ്റുക മഴ പ്രശ്നമാണ്. മഴ കൊണ്ടൊരു പരിപാടി നടക്കില്ല. കളിയുടെ ഒരു വൈബാണ്. മധുരം ഓടിയല്ലേ. ആറ് ബോളും വലിയ പാടൊന്നുമില്ല. എരിഞ്ഞ് യാസക്ക എന്തിനാക്കാ ഈ വീഡിയോ കാണുമ്പോ ഒക്കെ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത്. ആരും കണ്ടില്ലെങ്കിലും നിയാസ് ഇത് കാണുന്ന എനിക്കറിയാം. മാറ്റി കുത്തി അറിയാ. സൂപ്പർ കളിക്ക. ഫോറല്ലേ നോക്കി ഓടറാ, തെന്നി വീഴൂടാ. എനിക്ക് തോന്നുന്നത് തട്ടിന്ന്. അതേ കണക്കന്നെ സാദിലിക്കാടൊരു ബോള് അതാ പോക്കറ്റിലിടിച്ച് പോയി. അത് വൈഡ് വിളിച്ചു. അങ്ങനെ എനിക്കൊരു ഡൗട്ട്. ബാറ്ററാ നല്ല ബാറ്ററാ. ഇവരൊക്കെ 2 ബോൾ ചെയ്തപ്പോ മുറുക്ക് പോയെന്ന് തോന്നുന്നു കേട്ടാ. ഇവനെ അൻസിയെ നമ്മൾ തട്ടി സിംഗിൾ ഇട്ട് കളിക്കാണ്ടല്ലോ, അവന് ദേഷ്യം വരും. സത്യം, അത് ശ്രദ്ധിച്ചാൽ മതി.
സിനിമ കണക്ക് വന്നു. നീ അടിയിടാ അടി വീട്ടറാ നീ. ഇത്ര നേരം ഇവനപ്പം എന്ത് ചെയ്തു? ഒരു സൈഡിൽ നിന്ന് വീണിട്ട് ഇല്ല. ഇപ്പം മറ്റേ 5 ഓവർ വന്നപ്പോഴത്തേക്കും ഇതായില്ലടാ, ടൈറ്റ് ആയില്ലടാ. സായലിന്റെ ഓവറൊക്കെ ടൈറ്റ് ആയില്ലേ? അടിച്ച് വെളിയിൽ കളയാളെ. ഊരുടാ. ഹൈറ്റ് നിൽക്കുന്നതിനുണ്ട്, നല്ല ഹൈറ്റ് നിൽക്കുന്നുണ്ട്. മഴയടാ. ഷാനൂറെ അങ്ങോട്ട് കളി, ഇങ്ങോട്ട് മാത്രം. കണ്ണി വെള്ളം വീഴും. അത് മാത്രമല്ല, ഇതുപോലെ അങ്ങനെ എത്ര നാളുണ്ടോ കളിക്കുന്നു. പോട്ട് പരസമായിട്ട് എറിയും ആയിരിക്കും. അല്ല, അവർക്ക് ജയിക്കും എന്നുള്ളൊരു വിശ്വാസമില്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ ലോകം. അങ്ങോട്ട് മാത്രം ഷാനൂറേ, അങ്ങോട്ട് മാത്രം. വെള്ളം വീഴുന്നടാ അതിനകത്ത്. ഇല്ല കുഴപ്പമില്ല. വീണ്ടും ഓടി വന്നു. മുന്നറിഞ്ഞ ആളാ. അവിടെ തന്നെ നല്ല ബാറ്ററാ. കൊടുത്തുവിടെ. ഉണ്ണട്ട് ഉച്ചക്കിനി ഉണ്ണാൻ കൊടുക്കണ്ട. ഓഫിലാരും ഇവരെ ടീമിനെതിരെ നമ്മൾ നല്ല ഇറങ്ങി നമ്മൾ എന്തെങ്കിലും പരിക്കേറ്റുണ്ടോ? ഇവർക്കെതിരെ നമ്മൾ നല്ല ഇറങ്ങിയത് ആരാണോ അയാൾക്ക് പരിക്ക. കുഴപ്പമില്ല. അവിടെ ആളില്ലേ? പൊട്ടിച്ചാളി ഷാനൂറ, പൊട്ടിച്ചാളിടാ. പോട്ടറാ, എക്സൈഡ് പൊട്ടില്ല. പൊട്ടിയില് ആളൊക്കെ നനഞ്ഞ് കൂടുന്നു. ഊറ്റി വാരി. നല്ല ടെമ്പറാ. മോന്തേലും കൊള്ളണം. എന്റെ ഇന്റെ അങ്ങോട്ട് കളിക്കേണ്ടെന്ന് പറഞ്ഞില്ല ജബ്ബാറുട്ടി. തെണ്ടി നമ്മളെ ടീമിൽ കളിച്ചപ്പോ ഒറ്റ ക്യാച്ച് എടുത്തിട്ട് അലവലാതി. ഞങ്ങളെ ടീമിൽ കളിച്ചപ്പോ ഒറ്റ ക്യാച്ച് എടുക്കാത്ത തെണ്ടിയാ. അതാ നിങ്ങളെ ടീമിൽ ഒന്ന് എന്ത് കളിയത്? നിങ്ങൾ എന്തേലും മന്ത്രങ്ങളുണ്ടോ? ആസുക്ക എന്തേലും മന്ത്രകുതന്ത്രങ്ങൾ വല്ലതും ഉണ്ടോ? അതല്ല, ഈ ആശ്രയൊക്കെ ഞങ്ങളെ ടീമിൽ നിന്ന് ക്യാച്ച് എടുക്കുന്നില്ല. ഞങ്ങളെ വളർത്തി അങ്ങോട്ട് തരും. നിങ്ങൾക്ക് ഒന്ന് കളിക്കുക. കളി ബാറ്റിംഗ് പൈസലിക്കട കളി നമ്മളെ കളി ചെയ്യും. അതാ പൈസലിക്കട ഒരു 10-9 റണ്ണുണ്ടല്ലോ. എന്തെങ്കിലും ഇച്ചിരി റണ്ണ് കിട്ടിയാലും മൂടിക്കിടന്ന് അടിക്കേണ്ട കാര്യമില്ല. എല്ലാ ഓള് വരുന്ന അടിക്കില്ലേ? അതൊക്കെ കിട്ടിയ എങ്ങനെയാണ് അടിക്കാതിരിക്കുന്നത്? ഇത്ര അടിക്കണ്ടെന്ന് വെച്ചാൽ ഒരു പരിപാടി. ടെക്നോളജി വണ്ടി എടുക്കണം. ആരെല്ലാം കഴിയട്ടെ. സൂപ്പർ റണ്ണിങ്. ഔട്ടൊന്നുമില്ല. റീസിങ് ബാറ്റ്സ്മാൻ റീസിങ്. വാളൊക്കെ നമ്മളെ ഇച്ചിരി പവറോടെ കഴിച്ചാൽ ശരിയാക്കി. അത്ര വെയിറ്റ് ഇട്ട് കഴിയുന്നത് വെയിറ്റ് ചെയ്യുന്ന വാളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചുമ്മാ വെച്ചാൽ ബാറ്റിംഗ് സമയം എത്രയാണെന്നാണ് 10 കാണും 10 ആവാറായി കാണും.
എഡ്ജ് എടുത്തതാ. എഡ്ജ് കയറിയിടാ. ആ തെണ്ടിയുടെ കൂടെ എടുക്കാൻ ഓൺ ബ്രത്തുള്ള ക്യാച്ച് എൻ്റെ കയ്യില് അവൻ അപ്പി അങ്ങ് എടുത്താളെ. ശരിക്കും പ്രതീക്ഷ പോയില്ല. അറുപത് 90 ഈ കളിയും പോയാ ആ പ്രതീക്ഷയും പോയി. പ്രതീക്ഷകൾ മൊത്തം നശിക്കുന്നില്ല. എന്താ ചെയ്യാ? 400 അടിച്ച അടിയാ. വേറെ അടിയൊന്നും ഇല്ലടാ. ഫൈവ് ഫിറോസ് കാണുന്നതിനൊക്കെ ചുമ്മാടുത്ത് ചെമ്പേരിയാണല്ലോ തകിലാണ്. പരിപാടി വാഴക്കാപ്പം വെച്ചിട്ടുണ്ടോ? അതോ ഇരിക്കും ചായലിക്കാടെ സത്യമായിട്ട് മണം അടിക്കുന്നത്. ആലോചിക്കുന്നത് ഒരു പേപ്പർ മേലെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനെടുക്കും. സൈലിക്ക ആട്ടോ. കുഴപ്പമില്ല. മൊബൈൽ കുഴപ്പമില്ല. ടപ്പർ വേണ്ടി കിടക്കുക. അൻഷാനാസറുണ്ട്, ഫിറോസ് ഉണ്ട്, അടിക്കാനുള്ള ആൾക്കാർ എല്ലാരുണ്ട്. ആരുമില്ല. നീയുണ്ട്. എറിഞ്ഞെറിഞ്ഞ് അവസാനം ഒരു വിക്കറ്റ്. ഭയങ്കര ത്രോയാതായാലും വെറുതെ കൊണ്ട് കളയുന്ന റണ്ണൊക്കെ ഔട്ട്. അയ്യെങ്കിൽ ഓടരുത്. അവിടെ വിക്കറ്റ് സ്റ്റേ ചെയ്യണം. അല്ലെങ്കിൽ ഇനി വിക്കറ്റ് പണിപെടാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അഫ്സലിൽ നിന്നൊരു സൈഡിൽ നിന്ന് പൊട്ടിച്ചാൽ മതി. നമ്മളെ സച്ചിൻ പോയാൽ തീർന്നു. അഫ്സലിക്ക ലക്ഷ്യം പോയിക്കോണേ. എന്തിനാ അവന്റെ അരി മാത്രമേ ഉള്ളൂ. ഒരു വാഴക്കാപ്പുണ്ട്, തിന്നട്ടെ. ഞാൻ കാല് വെച്ചൊന്ന് പിടിച്ചോടാ. വല കെട്ടിയിരിക്കുന്ന എന്തിനാ? വല ലൂസാടേ. മഴ വിട്ടു പോയി. പറയുമ്പോൾ 6 റണ്ണ് 6 തരുമോ? സൈഡിൽ തന്നെ അറിയാം, കാലിനൊക്കെ അറിയാം, കളിക്കാൻ വയ്യാത്തതുകൊണ്ട്. തീരാറായി 4 കഴിഞ്ഞു. അല്ല, ഇവിടെ നിന്ന് കാല് വെക്കാൻ മാറ്റാനാണ്.
ഇനി കുഴപ്പമില്ല. ആ ജാസന്ത് പിടിക്കാൻ ഡാൻസ് നീലാക്കടയുണ്ട്. അഞ്ച് ഓവറിൽ എത്ര റണ്ണിൻ്റെ ഇനി 70 റണ്ണിൻ്റെ അല്ലേ 5 ഓവറിൽ. ആ അഫ്സലിക്ക വീക്കിൽ അറിയാ വെറും മുറ്റൊരാള് കളിയാണ്. കാല് വയ്യാന്ന് പറഞ്ഞിട്ട് കാലിൽ തന്നെ തരികയാണ് കളിക്കത്തില്ല. അതിപ്പോ നമ്മളെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല അല്ല ഓക്കെ അതൊരു ഒരാൾക്ക് അത് മാനസികമായിട്ട് ഒരാൾക്ക് വയ്യാത്തതാ. അയാൾ ലക്ഷറി അയാൾ അവിടെ കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ അത് വീക്ക് പോയിന്റ് തന്നെയാണ്. പക്ഷെ ഇത് കാല് വയ്യാഞ്ഞിട്ട് അയാൾക്ക് കളിക്കാൻ പറ്റാത്ത മനസ്സിലായി. കാല് വയ്യാന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ അറിയുന്ന മനസ്സിലായി എടുത്ത് കളിക്കത്തില്ലെന്നറിയാം. അവരങ്ങനെ തരത്തില്ലേ. അവരാരാ വീണ് കിടക്കുന്നവനെ പിടിച്ച് ഔട്ടാക്കുന്ന ചെയ്യും. ആ കൊടു അത് തന്നെ കൊടുത്തുവിട് അവിടെ തന്നെ വരത്തുള്ളൂ കേട്ടാ. ആത്തങ്ങളുടെ ഫോണിരിപ്പുണ്ട്. ആ നമുക്കൊരാൾ അതേസമയം അസമക്കെന്ന് പറഞ്ഞാൽ ലക്ഷ്യ കളിക്കത്തില്ല. കാലിലിറങ്ങി കളിക്കും. അത് മനസ്സിലാക്കി നമ്മൾ എറിയുന്നു. പക്ഷെ അയാൾ കാലിനൊന്നും പ്രശ്നമില്ല. പക്ഷെ നമുക്കതെല്ലാം ഈ ബോളി വീഴത്തില്ലേ. എനിക്കങ്ങ് ഭ്രാന്തെടുക്കി ചിലതാണ്. നാസിമൊക്കെ കാലിലിറങ്ങി കളിക്കത്തില്ല. പിന്നെ നമ്മുടെ നൗഫലിക്ക കാലിലിറങ്ങി കളിക്കത്തില്ല. നൗഫലിക്കറിയാം. നൗഫലിക്ക ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്. അതല്ല നൗഫലിക്ക കുത്തിപ്പൊക്കി എറിഞ്ഞാലും കളിക്കത്തില്ല, കാലിനറിഞ്ഞാലും കളിക്കത്തില്ല. വേണ്ട ഓവൻ വന്നല്ലേ ആ വലയൊന്ന് പിടിച്ചു. സൈലിക്ക നിങ്ങളെ സ്ലിപ്പ് വന്നില്ലെന്ന്. ഞാൻ അങ്ങോട്ട് പിടിക്കും. കറക്റ്റ് അതിനകത്ത് തന്നെ വരുന്നവരാണ്. കല്യാണോ ചവിട്ടിപ്പിടി. ഞാനതല്ല ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുന്ന. ഞാൻ ചെയ്തു വെച്ചു കൊടുത്തേക്കുന്നാടാ. ആര് കെട്ടി വെച്ചേക്കുന്നത് ഇതിനകത്തൊന്ന് അടിക്കട്ടെ അമ്മപ്പിന്. ഞാനൊന്നും അല്ല ഇത് കെട്ടി അഴിച്ചുവിട്. എന്തൊരു മര്യാദ. ആരാ ചെയ്തു വെച്ചത്? അതിനകത്തോട്ട് ചേർത്ത് വെച്ചു കൊടുത്തേക്കുന്ന അടിക്കാൻ. ഇങ്ങോട്ട് ഇതിങ്ങോട്ടേക്കുള്ള അങ്ങനെ ഒരാൾ ഇറങ്ങിയില്ലെന്ന് അത് എന്താ വേണം? നെറ്റ് പഠിച്ചു കെട്ടണോ? ഇതേപോലെ പോയ വള ഉണ്ട് ക്യാച്ചെടുത്ത തെണ്ടി. ഇതേപോലെ പോയ വള അവൻ ക്യാച്ചെടുത്തത്. ഹൈറ്റ് എന്റെ നേരെ ഇത്രയും ഇതിനും ഫാസ്റ്റായിട്ട് പോയത്.
ഏതാ കെട്ടൂടെ നെറ്റ് കാണുന്നു. നല്ല ബാറ്റർ നല്ല ബാറ്റർ ബ്രോ. വൈഡാവണ്ട അങ്ങനെ ഉണ്ട്. അടി രണ്ടുപേരും കൂടെ അടിച്ചോ. Game ball, yes. Wicket on that. Wide. Yes.
അവിടെ ക്യാച്ച് ഉണ്ട്. Come on,